വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ വിട്ടത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രം വരുന്നത് തളിപ്പറമ്പിലാണ് കേട്ടോ. കണ്ണൂരിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ശിവനാണ്. പിന്നെ കേരളത്തിലെ തന്നെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം. അങ്ങനെ ഞങ്ങളിതാ ക്ഷേത്രത്തിലേക്ക് പോവാണ്. പിന്നെ അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിന് കുറേ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിലുള്ള ശിവപ്രതിഷ്ഠയുള്ള 102 പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കേട്ടോ ഈ ശിവക്ഷേത്രം. പിന്നെ നമ്മുടെ സതീദേവിയുടെ തല വീണത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥാനത്ത് എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആചാരങ്ങളാന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ ലേഡീസിന് ഈ ഒരു ടൈമൊന്നും ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റൂല. നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി 7:15 അത്താഴപൂജ കഴിഞ്ഞാൽ മാത്രമേ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജിയും മുത്തച്ഛനും മാത്രമായിരുന്നു എൻ്റർ ചെയ്തത്. അപ്പോൾ ജെൻസിനൊക്കെ മുണ്ടും പിന്നെ ഷർട്ടൊന്നും ഇടാനായിട്ട് പാടില്ല. അപ്പം നമ്മളിവിടെ ഒരു വഴിപാട് കഴിച്ചിരുന്നു ജിയുവിൻ്റെ പേരിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. പൊന്നിൻകുടം എന്ന് പറഞ്ഞൊരു വഴിപാടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു വഴിപാടിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഞാനും ചേച്ചിയും. ഇവിടുത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് വെനസ്ഡേ ആണ് കേട്ടോ. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു പൂജ കൂടിയുണ്ട്. അത് മംഗല്യ പൂജ എന്നാണ് അറിയപ്പെടുന്നത്. വിവാഹമൊക്കെ തടസ്സമൊക്കെ മാറിയിട്ട് പെട്ടെന്ന് കഴിയുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഊട്ടുപുരയിലേക്ക് പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അവിടെ ഒരു 12:30 ആകുമ്പോഴേക്ക് ഫുഡൊക്കെ കൊടുക്കും. എന്നും ഫുഡുണ്ട്. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. കാഞ്ഞിരങ്ങാട് എത്തുമ്പോഴേക്കും 1:30 ആയിട്ടുണ്ടായിരുന്നു. അവിടെ 12 മണിക്ക് തന്നെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് അടുത്ത് തന്നെ ആയതുകൊണ്ട് പോയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും അന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാകുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു വിശ്വാസം. പിന്നെ ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പറശ്ശിനിക്കടവിൻ്റെ മുത്തപ്പനെ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 2:30 ഒക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ അവിടെ എത്തിയത്. കാലൊക്കെ കഴുകി നേരെ മുത്തപ്പനെ കാണാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ ജിയൂട്ടിൻ്റെ പേരിൽ തുലാഭാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ തുലാഭാരം കഴിക്കുന്നതായിട്ട്. പിന്നെ കുറേ വർഷമായി മുത്തപ്പൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കാനായിട്ടൊക്കെ പറ്റി. ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ എത്തിയതാണ് കേട്ടോ. മുത്തച്ഛൻ്റെ ഫാമിലി പോകുമ്പോൾ എന്നെ കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഭയങ്കര മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിനും പരിസരത്തും ഒക്കെ ആയിട്ട്. ഭയങ്കര മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബോട്ടൊക്കെ കുറച്ച് സമയം നോക്കിയിട്ട് ചായ അടിക്കാനായിട്ട് പോയി. മുത്തപ്പൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കഴിക്കാതെ ഇറങ്ങാനായിട്ട് മനസ്സ് വരില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ട് ചായയും തേങ്ങാക്കൊത്തും പിന്നെ മമ്പയറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ചന്തക്കൊക്കെ ഭയങ്കര മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞങ്ങൾ ചന്തയൊക്കെ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയേച്ച് വന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ സ്പോട്ട്. ഏച്ചിക്ക് കമ്മൽ ക്രേസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കമ്മൽ നോക്കാനായിട്ട് പോയി. പക്ഷേ ഒട്ടൊക്കത്തെ റേറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു കമ്മൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിന് 300 സംതിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് എടുക്കാതെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ 2 കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഏച്ചിയും സെയിം കമ്മൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായത്, 70 റുപ്പീസിൻ്റെ. പിന്നെ ജിയും ഒരു ജിറാഫിനെ വാങ്ങിച്ചു. അപ്പോൾ ജിയൂട്ടൻ ഞങ്ങൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അവന് വ്ളോഗൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
എൻ്റെ ചേച്ചീൻ്റെ മോനാണ്. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കാരണം തന്നെ നമ്മൾ മുത്തപ്പൻ്റെ അടുത്തുനിന്ന് കുടിച്ച ചായയൊക്കെ പെട്ടെന്ന് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചായ അടിക്കാനായിട്ട് കയറി. കല്ലുമുക്കായി സമൂസ ബോണ്ടൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കുണ്ട് എൻ്റെ 2 കസിൻസ് കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും ഒന്ന് ജസ്റ്റ് ചേർത്തെടുത്തു. പിന്നെ ജീവൻ്റെ അച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചമ്മ വന്നപ്പോൾ അവന് കുറേ കോൺ ഐസ്ക്രീം ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ കുടിച്ചു. ബൈ ബൈ.